അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ഒരു ക്ലാസ് ഉണ്ട്, അത് നയിക്കുന്നത് അൻസാർ BS കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ സൗമ്യ മാം ആണ്. സ്റ്റേജിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ മുന്നിലിരിക്കുന്ന കണ്ണെഴുത്ത് കുടുംബാധികളെ, ബന്ധുമിത്രാദികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കണ്ണെഴുത്ത് കുടുംബസമിതിയുടെ 20ാമത് വാർഷികവും കുടുംബസംഗമവും ആഘോഷിക്കാനാണ് നമ്മൾ ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. 20 വർഷം മുമ്പ് കണ്ണെഴുത്ത് കുടുംബസമിതി രൂപീകൃതമാകുമ്പോൾ അതിന് വ്യക്തമായ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. ഇത് രൂപീകരിക്കാൻ അന്നുണ്ടായിരുന്ന പലരും ഇന്ന് നമ്മോടൊപ്പമില്ല. അവരുടെ തെറ്റുകൾ പുറത്തു കൊടുത്ത് ഖബർ വിശാലമായി കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. 20 വർഷം മുമ്പ് ഇത് രൂപീകൃതമാകുമ്പോൾ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് കൊടുങ്ങല്ലൂരിൻ്റെ പല ഭാഗങ്ങളിൽ താമസിച്ചു വന്നിരുന്ന കണ്ണെഴുത്ത് കുടുംബാംഗങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നതായിരുന്നു. അതിലുപരി നമ്മുടെ സഹോദരങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരസഹായം ആവശ്യമായി വരുന്ന ഘട്ടത്തിൽ നമ്മൾ അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുക എന്നത് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യമായിരുന്നു. അൽഹംദുലില്ലാഹ് ഇതുവരെ ഇതിൻ്റെ പ്രവർത്തനം ആശാവഹമായ വളർച്ചയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അഡ്വൈസറി കമ്മിറ്റി അംഗവുമായിരുന്ന, എപ്പോഴും ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ നൽകി നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ശ്രീ ബക്കർ ഖാൻ ഏതാനും ദിവസങ്ങളിലായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. എത്രയും വേഗം അദ്ദേഹത്തിന് ശിഫ നൽകി നമ്മോടൊപ്പം തിരിച്ചു വരുവാൻ എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നാളിതുവരെ നമ്മുടെ മുന്നിൽ ഓരോ ആവശ്യങ്ങളുമായി നമ്മുടെ സഹോദരങ്ങൾ സമീപിക്കുമ്പോൾ അത് ലക്ഷ്യത്തിലെത്തുവാൻ വേണ്ടി നമ്മുടെ കുടുംബാംഗങ്ങൾ ആത്മാർത്ഥമായും സ്നേഹത്തോടെയും പരിഗണനയും നമ്മളോട് സഹകരിക്കാറുണ്ട്. അത് എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബാംഗങ്ങളിൽ എല്ലാവരും വലിയ പണക്കാരുമല്ല, എന്നാൽ വലിയ ദരിദ്രരുമില്ല. നമ്മളിൽ ചിലർ ചുരുക്കം ചില വേദനകളിൽ ജോലി ചെയ്യുന്നവരുമുണ്ട്. നമ്മൾ ഒരാവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ അൽഹംദുലില്ലാഹ് അവർ എത്രയും വേഗം കമ്മിറ്റിയെ സമീപിച്ച് അവരുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്താറുണ്ട്. പല സന്ദർഭങ്ങളിലും നമ്മൾ അവരുടെ വരുമാനം നമുക്കറിയാവുന്നത് കൊണ്ട് തന്നെ പിന്നീട് അറിയിക്കാം, നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ താമസിക്കുകയാണെങ്കിൽ പിന്നീട് അറിയിക്കാമെന്ന് പറഞ്ഞ് തിരിച്ചയക്കാറുണ്ട്. എന്നാലും
ഏതാനും ദിവസങ്ങൾക്ക് തന്നെ അവൾ വീണ്ടും വന്ന് അവരുടെ വിഹിതം നമ്മളെ ഏൽപ്പിക്കാറുണ്ട്. ഞാനിത് പറയാൻ കാരണം നമ്മുടെ കുടുംബാംഗങ്ങളുടെ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള ആത്മാർത്ഥമായ സഹകരണം എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കാനാണ്. അതുപോലെ തന്നെ നമ്മുടെ പുതുതലമുറ, പുതുതായി ജോലി ലഭിച്ചിട്ടുള്ള പുതുതലമുറയുടെ സഹകരണം വളരെ ആശാവഹമാണ്. നമ്മുടെ ചുറ്റുപാടിൽ നിന്നുമുള്ള സമൂഹത്തിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ മക്കൾ ഇതിനോടെല്ലാം ആത്മാർത്ഥമായി പ്രതികരിക്കുന്നു എന്നറിയിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ കർത്തവ്യം സ്വാഗതം പറയുക എന്ന കർത്തവ്യമാണ് അർപ്പിതമായിരിക്കുന്നത്. നമ്മുടെ വിശിഷ്ടാതിഥി എത്തിയിട്ടില്ല, വഴിയിലാണ്, ഏതാനും നിമിഷങ്ങൾക്കകം എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നമ്മുടെ ഉദ്ഘാടകനും ചീഫ് ഗസ്റ്റുമായ ജസ്റ്റിസ് കെ അബ്ദുൾ റഹീം സാർ കണ്ണെഴുത്ത് കുടുംബ സംഗമത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നല്ല കുടുംബം, നല്ല സമൂഹം എന്ന വിഷയത്തിൽ നമ്മളോട് സംവദിക്കാനായി എത്താമെന്ന് എത്തിയിട്ടുള്ള പെരുമ്പിലാവ് അൽ അൻസാർ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ശ്രീമതി സൗമ്യ മാം കണ്ണെഴുത്ത് കുടുംബ സംഗമത്തിൻ്റെ പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൗമ്യ മാമിൻ്റെ ക്ലാസ് എല്ലാവരും അർഹിക്കുന്ന ഗൗരവത്തോടെ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അടുത്തതായി ബിസിനസ്സും പൊതുപ്രവർത്തനവുമായി തിരക്കുണ്ടായിരുന്നിട്ടും നമ്മുടെ ഏതാവശ്യത്തിനും മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ കണ്ണെഴുത്ത് കുടുംബസമിതിയുടെ പ്രസിഡന്റുമായ ശ്രീ അബ്ദുൽ സലാം ഖാക്ക് കണ്ണെഴുത്ത് കുടുംബസമിതിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും കയ്യടി കൊടുക്കാം. അടുത്തതായി ഇവിടെ ചീഫ് ലീഗൽ അഡ്വൈസർ കൂടിയായ ശ്രീ അബ്ദുൽ ഖാദർ കണ്ണെഴുത്ത്, അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല, അദ്ദേഹത്തിനും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഏത് കാര്യത്തിനും നമ്മളോടൊപ്പം നിൽക്കുന്ന ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടും കണ്ണെഴുത്ത് കുടുംബസമിതിയുടെ വൈസ് പ്രസിഡന്റുമായ ബീരുക്കയെ കണ്ണെഴുത്ത് കുടുംബസംഗമത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ബിസിനസിന്റെ തിരക്കുകൾക്കിടയിലും കണ്ണെഴുത്ത് കുടുംബസമിതിയുടെ സെക്രട്ടറി പദം അലങ്കരിക്കുന്ന ശ്രീ കെ ആസാദിനെ കണ്ണെഴുത്ത് കുടുംബസംഗമത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കോർഡിനേഷൻ എങ്ങനെയായിരിക്കണം എന്ന് പ്രവർത്തിച്ച് കാണിച്ചു തന്ന വ്യക്തിയാണ് അടുത്തതായി സ്വാഗതം. നമ്മുടെ കമ്മിറ്റിയുടെ നെടുങ്കാനായ ഈയിടെ പ്രൊമോഷൻ ട്രാൻസ്ഫറായി പാലക്കാടേക്ക് പോയ കണ്ണെഴുത്ത് കുടുംബസമിതിയുടെ ട്രഷററായ, പാലക്കാടേക്ക് പോയെങ്കിലും അവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം വ്യക്തമായി സഹകരിക്കുന്നുണ്ട്, ശ്രീ സുൽഫീഖറെ കണ്ണെഴുത്ത് കുടുംബസമിതിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കണ്ണെഴുത്ത് കുടുംബസമിതിയോട് എപ്പോഴും ആത്മാർത്ഥമായി സഹകരിച്ചു വരുന്ന നമ്മുടെ പ്രവാസി കോർഡിനേറ്റർമാരായ ദസ്തഗീർ,
സജിത്ത് എന്നിവരെ കണ്ണെഴുത്ത് കുടുംബസമിതിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ചെറുപ്പത്തിന്റെ ലാഘവത്തോടെ എന്നും നമ്മളോടൊപ്പം നിൽക്കുന്ന ശ്രീ മജീദ് കെ കൈപ്പമംഗലം കണ്ണെഴുത്ത് കുടുംബസമിതിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സ്റ്റേജിലിരിക്കുന്ന മറ്റേ കരീം സാഹിബ് എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല. നൗഷാദ്, സലീം, മറ്റ് കമ്മിറ്റികൾ ഫൗസിയ, ജിഷ എല്ലാവരെയും കണ്ണെഴുത്ത് കുടുംബ സമിതിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ചീഫ് ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. അദ്ദേഹം സ്റ്റേജിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ ഉദ്ഘാടകനും ചീഫ് ഗസ്റ്റുമായ ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം സാർ നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തിരക്കുകൾക്കിടയിലും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കണ്ണെഴുത്ത് കുടുംബ സമിതിയുടെ പേരിൽ അദ്ദേഹത്തിന് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കണ്ണെഴുത്ത് കുടുംബസമിതിയുടെ ലീഗൽ അഡ്വൈസറും അഡ്മിനിസ്ട്രേറ്റീവ് അംഗവുമായ ശ്രീ അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദറിനെ കണ്ണെഴുത്ത് കുടുംബസംഗമത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ബാക്കി ഏകദേശം എല്ലാവരും സ്വാഗതം പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഹൃദയം ക്ഷമിക്കണം. അതുകൂടാതെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും ഹാർദവമായി കണ്ണെഴുത്ത് കുടുംബ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായി കണ്ണെഴുത്ത് കുടുംബസമിതിയുടെ പ്രസിഡന്റായ ശ്രീ അബ്ദുൽ സലാം കയെ ക്ഷണിച്ചുകൊണ്ടും ഈ പരിപാടിയുടെ വിജയത്തിനായി എല്ലാ കുടുംബാംഗങ്ങളും ആത്മാർത്ഥമായി സഹകരിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ ദുആയിലും ഈയുള്ളവരെയും ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്റ്റേജിൽ ഉപേക്ഷിതായിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം അവർ ആദ്യമായിട്ട് ഞാൻ അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. ഒരു നല്ല കുടുംബം, നല്ല സമൂഹം എന്ന വിഷയത്തെ ആസ്പദമാക്കി പെരുമ്പലാവിൽ നിന്ന് വരുന്ന നമ്മുടെ സൗമ്യ മേഡം സ്ഥലത്ത് എത്തിയിട്ടില്ല. അവർക്കും ഞാൻ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് സ്വാഗതം അറിയാം. പ്രധാനമായും നമുക്ക് നമ്മുടെ കഴിഞ്ഞ കുടുംബ സമിതിക്ക് ശേഷം 4 പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരെ ഒന്ന് ഓർമ്മിക്കാനുള്ള ബാധ്യതയാണ്. അതിലൊന്നാമതായി നമ്മുടെ മാർഗദർശിയും
കുടുംബത്തിലെ കാരണവന്മാരുന്ന കുഞ്ഞുബാബ മാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗം നമ്മുടെ കുടുംബത്തിന് തീരാ നഷ്ടം തന്നെയാണ്. മരണത്തിന് പിന്നെ നമുക്കൊന്നും തടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മഹത്വത്തിനുമായി പ്രാർത്ഥിച്ചുള്ളൂ. രണ്ടാമതായി കൊച്ചു ഖദീജ, ഒരു ദിവസം ശംസു ഭാര്യ കൊച്ചു ഖദീജയാണ് നമ്മുടെ സെയ്ദ് മാസ്റ്റർ പെങ്ങൾ. അവരും നമ്മളോട് കഴിഞ്ഞ സമയത്തിന് ശേഷം നമ്മളോട് വിട പറഞ്ഞിട്ടുള്ള ഒരു വനിതയാണ്. പിന്നെ ഉള്ളത് ബഷീർ, കണ്ണാടി കുട്ടി മുഹമ്മദ് ബഷീർ. അദ്ദേഹവും 2 മാസത്തോളം വ്യാപാരമായി കിടന്ന് കുറച്ച് നാളുകളായിട്ട് അദ്ദേഹം മരണപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ വിയോഗവും നമ്മൾ ഈ സമയത്ത് ഓർക്കുകയാണ്. അതുകൂടാതെ യൂസഫ്, കണ്ണഴുത്തി കുഞ്ഞുമൈദീന്മാൻ യൂസഫ്, അദ്ദേഹം പെട്ടെന്നുണ്ടായ ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. വളരെ ചെറുപ്പക്കാരനായിരുന്നു. അല്ലാഹുവിൻ്റെ വിധിയൊന്നും നമുക്ക് തടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗവും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുടുംബം സംബന്ധിച്ച് ഒരു തീരാനഷ്ടം തന്നെയാണ്. ആമിന കുഞ്ഞു മുഹമ്മദ്, നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയാണ് അവരും താമസം. അവരും നമ്മുടെ കുടുംബത്തിന് ശേഷം നമ്മളോട് വിട പറഞ്ഞിട്ടുള്ളതാണ്. ഈ എല്ലാവർക്കും വേണ്ടി അള്ളാഹു അവർക്ക് മഹത്വത്തും മർഹം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബസംഗമം 2 വർഷം കൂടുമ്പോൾ നമ്മൾ തുടങ്ങാറുണ്ട്. ഞാൻ പ്രസിഡൻ്റായിട്ട് അപ്രതീക്ഷിതമായിട്ട് കയറിയ ഒരാളാണ്. എങ്കിൽ തന്നെ കുടുംബസംഗമത്തിന് ആ കുടുംബത്തിൻ്റെതായ ഒരു ബാധ്യതകളും, കുടുംബസംഗമം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സംഗമം എല്ലാവരും കൂടി യോജിക്കുക, എല്ലാവരും ഒത്തുകൂടുക, നമ്മൾ വരുന്ന വിശിഷ്ടാതിഥികളെ സ്വീകരിക്കുക, അവരുടെ സംസാരം കേൾക്കുക, ഭക്ഷണം കഴിക്കുക, കുട്ടികളുടെ കലാപരിപാടികൾ ആസ്വദിക്കുക. ഇതിൽ മാത്രം ഒതുങ്ങാതെ എന്താണ് കുടുംബം എന്നുള്ളത് നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ ജസ്റ്റിസ് തിരക്കുള്ളതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് കിടക്കുന്നില്ല. ഇതിൽ തന്നെ നമ്മുടെ കുടുംബത്തെ യോജിപ്പിച്ച് ചേർത്ത് നിർത്തുക എന്നുള്ളത് നമ്മുടെ ദീൻ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും നമ്മുടെ ദീനിനെ ഈ കുടുംബത്തെ ചേർത്ത് നിർത്താതെ അകറ്റി നിർത്തുന്നത് ഇസ്ലാം അനുവദിക്കുന്ന ഒരു വിഷയമല്ല. അള്ളാഹു ശപിക്കപ്പെട്ട ഒരു സംഭവമാണ് ഈ കുടുംബത്തിനെ കുടുംബമെന്ന് വിച്ഛേദിക്കുക എന്നുള്ളത്. നമ്മൾ ഓരോരുത്തരും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ വീട്ടിലെ പലരും ജ്യേഷ്ഠന്മാരും പോലും വഴക്കുള്ള സമയമുണ്ട്. മക്കളും വാപ്പയും വഴക്കുണ്ട്, ഉമ്മയും മോനും വഴക്കുണ്ട്, ഉമ്മയും വാപ്പയും വഴക്കുണ്ട്. ഇതൊക്കെ നമ്മുടെ കുടുംബത്തിലൊക്കെ നടക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഈ വക ഇസ്ലാമിക ഇതിനും എതിരായിട്ടുള്ള ഈ വക പ്രവർത്തനങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവരുത്. അത് ഉണ്ടെങ്കിൽ തന്നെ എത്രയും വേഗം നമ്മളതൊക്കെ പരിഹരിച്ച് നമ്മുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണം ഞാൻ ആദ്യമായി നമ്മൾ അപേക്ഷിക്കുകയാണ്. ഒരു ചെറിയ ഉദാഹരണം നമ്മുടെ കുടുംബത്തിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന സാഹിത്യകാരൻ ഒരു ചെറിയ കഥ നിങ്ങളോട് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹം ഈ യാത്ര വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കുറേ ദിവസം കഴിഞ്ഞേ വരുള്ളൂ. അങ്ങനെ ഒരു യാത്രയിൽ അദ്ദേഹം പോയി കുറേ ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ രാത്രി അർദ്ധരാത്രിയാണ് അദ്ദേഹം വീട്ടിലേക്ക് കയറി വരുന്നത്. ഇന്നത്തെ മാതിരി മുകളിൽ ബെല്ലൊന്നുമില്ല. അദ്ദേഹം വാതിൽ മുട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉമ്മ വാതിൽ തുറന്നു. വാതിൽ തുറന്നപ്പോൾ ആ ഉമ്മ മകനോട് ബഷീറിനോട് പറഞ്ഞൊരു ഒരു വാചകമുണ്ട്. നീ പോയി ആ ഭക്ഷണം കഴിക്കി, സമയം അർദ്ധരാത്രിയില്ലേ, ഭക്ഷണം കഴിച്ചിട്ട് കിടന്നാൽ മതി, അത്താഴ പട്ടിണി കിടക്കണ്ട എന്നൊരു വാചകം ആ ഉമ്മ പറഞ്ഞതായിരിക്കും. ബഷീർ ഈ നമ്മൾ എഴുത്തുകാരൻ ബഷീർ തന്നെ അദ്ദേഹത്തിൻ്റെ കൃതിയിൽ പറയുന്നുണ്ട്. ആ ഭക്ഷണം കഴിച്ചിട്ട് നീ പോയി കിടന്നുറങ്ങുന്നു. പക്ഷെ ആ ഉമ്മ ഈ എന്ന് വരുമെന്നോ എന്നും അറിയാത്ത ഒരു ഉമ്മ അർദ്ധരാത്രി കയറി വരുന്ന ഈ ബഷീറിനോട് പറയുന്ന ആദ്യത്തെ വാക്കാണ് ഭക്ഷണം കഴിക്കാൻ. അപ്പൊ എന്തുകൊണ്ടാണ് സംഭവം ഉണ്ടാകുന്നത് വെച്ചാൽ ആ ഉമ്മ മകന് വേണ്ടി ദിവസവും ഭക്ഷണം കരുതി ആ ഉമ്മ കാത്തിരിക്കുമായിരുന്നു. മകനെ ഓർത്ത് ഉറങ്ങാതെ കിടന്ന് ഏതോ ഒരു സമയത്ത് അവർ ഉറങ്ങിപ്പോകും. ആ സമയത്താണ് ബഷീറിന്റെ വാതിലിൽ മുട്ടുണ്ടാവുന്നത്. അപ്പോൾ ആ ഉമ്മയുടെ ബന്ധം, മോനക്ക് ദിവസേന ഭക്ഷണം കാത്തിരിക്കും, നേരെ വെളുക്കുമ്പോൾ മോൻ വരാത്തില്ല, ഭക്ഷണം എടുത്ത് മാറ്റി വെക്കും. ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്ന സമയത്താണ് മകന്റെ വരവ്.
അപ്പൊ അമ്മയും മകളും തമ്മിലുള്ള ബന്ധം നമ്മൾ ഈ കുടുംബ സംഗമത്തിൽ നമ്മൾ പ്രത്യേകം ഓർക്കണം. ഇത് എത്ര വീടുകളിൽ തുടർന്ന് പോരുന്നുണ്ട് എന്നുകൂടി നമ്മൾ ചിന്തിക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞതാണെന്ന് മാത്രമേ ഉള്ളൂ. ബഷീറിന്റെ ഈ ജീവിതത്തിലെ ഒരുപാട് കഥകൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് ഒരുപാട് മനസ്സിലാവുകയും കാത്തിരിക്കാനൊക്കെ ചില മനുഷ്യർ വീട്ടിലുണ്ടാവുകയും നേരെ ചെല്ലാനൊരു ഇടമുണ്ടാവുകയും ചെയ്യുന്നതാണ് നമ്മുടെ കുടുംബം. നമുക്കിതൊന്നുമില്ല. കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ സമസ്യയ്ക്ക് മാത്രം കാണുന്നത്. നമ്മളെ കാത്തിരിക്കാൻ വീട്ടിൽ കുറച്ച് ആളുകൾ ഉണ്ടാവുക, കയറി ചെല്ലാൻ ഒരു ഇടമുണ്ടാവുക. അതാണ് കുടുംബം എന്ന് പറയുന്ന പ്രധാന ലോക ആരംഭം തന്നെ. അല്ലാഹു അതിനെയും അവരെയും സൃഷ്ടിച്ച അന്ന് മുതൽ തന്നെ കുടുംബം നിലനിൽക്കുമെന്ന് നമുക്കെല്ലാം അറിയാം. അത് ലോകാവസാനം വരെ ഈ കുടുംബം നിലനിന്നുകൊണ്ടിരിക്കും. എന്ന് ലോകം അവസാനിക്കുന്നവരെ അന്ന് വരെയും ഈ കുടുംബം നിലനിൽക്കും. വേർപെടുത്താൻ കഴിയുന്ന ബന്ധങ്ങളിൽ നിന്നും വേർപെടുത്താൻ കഴിയുന്ന ബന്ധങ്ങളിൽ നിന്നുണ്ടാകുന്ന സന്തതികൾ അവരെ നമുക്ക് വേർപെടുത്താൻ കഴിയില്ല. വേർപെടുത്താൻ കഴിയുന്ന ഒരു ബന്ധത്തിൽ നിന്നും വേർപെടുത്താൻ പറ്റാത്ത ബന്ധങ്ങൾ ഉണ്ടാവുക. അതായത് വാപ്പയും കല്യാണം കഴിച്ച് മക്കളുണ്ടായി, ആ മക്കളുണ്ടാവുമ്പോൾ വാപ്പയും വേർപിരിഞ്ഞു പോയി. പക്ഷെ ആ മക്കളുടെ ബന്ധം എന്നും നിലനിൽക്കും. വേർപെടുത്താൻ കഴിയുന്ന ബന്ധത്തിൽ നിന്നും വേർപെടുത്താൻ കഴിയാത്ത ഒരു സംഭവമാണ് നമ്മുടെ കുടുംബം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുടുംബത്തിനെ പറ്റി കൂടുതൽ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളെ പറ്റി പറയുകയാണെങ്കിൽ ലിബറലിസവും ഫെമിനിസവും ക്യാപിറ്റലിസമൊക്കെ കൊടികുത്തി വാഴുന്ന ഒരു സമയമാണ്. പാശ്ചാത്യ അനുകരണങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങി. ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ കുറച്ചു കാലം മഹല്ലിൽ ഒരു മെമ്പറായിരുന്നു. അപ്പോൾ ഈ വിവാഹ സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഭാര്യയും ഭർത്താവും വഴക്കാവുക, അത് മഹല്ലിൽ ഒത്തുതീർപ്പ് വരുന്ന സമയത്ത് ഞാനും ഇതിൻ്റെ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ നമ്മൾ ഓരോരുത്തരെ വിളിച്ച് സംസാരിക്കും. പെൺകുട്ടിയെ വിളിച്ച് സംസാരിക്കും, ഭർത്താവിനെ വിളിച്ച് സംസാരിക്കും. അപ്പോൾ ഭർത്താവ് പറയുന്നത് വെച്ചാൽ എനിക്ക് അവളോട് ഒരു വെറുപ്പില്ല, എന്തുകൊണ്ടോ എന്നെ അവർക്ക് ഇഷ്ടമല്ല. അപ്പം നമ്മൾ പെൺകുട്ടിയോട് ചോദിക്കുമ്പോൾ പെൺകുട്ടിക്കും അതിൽ കുഴപ്പമില്ല. പിന്നെ എവിടെയാണ് കുഴപ്പമെന്ന് അന്വേഷിക്കുന്നതാണ് ഈ ഭാര്യയുടെ ഉമ്മാക്കാണ് അതിൽ പ്രശ്നം. അപ്പോൾ കുടുംബബന്ധം വേർതിരിയാനുള്ളത് നമ്മളുടെയൊക്കെ മുന്നിൽ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഒരു പ്രശ്നമല്ലാത്ത രൂപത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ബന്ധങ്ങൾ വേർതിരിയുന്നത് നമ്മളൊക്കെ വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്ന കാലഘട്ടമാണ്. നമുക്കറിയാം, ഇപ്പോൾ ലിബറലിസം ഫെമിനിസം എന്ന് പറയുന്നത് കല്യാണം. ഇപ്പോൾ ചെറിയ അടുത്ത ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ ഹോളുകൾ ബുക്ക് ചെയ്തിട്ട് 4 മാസം മുമ്പ് ബുക്ക് ചെയ്ത ഹോളുകളിലൊക്കെ ആ ബുക്ക് ചെയ്തതൊക്കെ അവർ ഒഴിവാക്കുകയാണ്. എന്താ വെച്ചാൽ കല്യാണം മുടങ്ങി പോവുക. ഈ കുട്ടി ഈ കല്യാണത്തിന് പുതിയാപ്പിളെ കൂടി സംസാരിക്കാൻ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കുന്നതെന്നോ അവരെ തനിച്ച് സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടാക്കുന്നോ ഈ പെൺകുട്ടി ഭാവി വരനോട് പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. എനിക്ക് നിങ്ങളുടെ അടിമയാകാൻ കഴിയില്ല, എനിക്ക് സ്വന്തമായി ജീവിക്കണം, ഭർത്താവും ഭാര്യ ആവാം, പക്ഷെ നിങ്ങളുടെ കുട്ടിയെ എനിക്ക് പ്രസവിക്കാൻ കഴിയില്ല. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ആ കല്യാണം മുടങ്ങി പോകുന്ന അവസ്ഥകളൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള സംഭവങ്ങളാണ്. ഇതുമൂലം ഇപ്പം എൻ്റെ അനുഭവത്തിൽ തന്നെ നമ്മുടെ അടുത്തുള്ള ഹോളിൽ 4 കല്യാണം മുടങ്ങി കഴിഞ്ഞു. ഈ പ്രശ്നങ്ങളെല്ലാം കാരണങ്ങൾ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ മക്കളെ വളർത്തുമ്പോൾ വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോകണം. ഉദാഹരണത്തിന് കോളേജിലൊക്കെ പോകുന്ന വിദ്യാർത്ഥികൾ നമ്മളെ വീട്ടിൽ തന്നെ പോയാൽ കാണാൻ നമുക്ക് ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിരുന്ന് ഓരോ സ്ഥലത്ത് ഇരിക്കുക. അത് പെട്ടെന്നായി കുടുംബക്കാർ കണ്ടു കഴിഞ്ഞാൽ മാത്രം അവർ മാറിപ്പോവുക. ഇപ്പോൾ പുതിയൊരു ഇതുകൂടി വന്നിട്ടുണ്ട്. ചില ആളുകൾ മൊബൈൽ പോക്കറ്റിൽ വെച്ച് ഇതൊക്കെ പകർത്തും, അത് ഫേസ്ബുക്കിലേക്ക് ഇടും. ഒരുപക്ഷെ നമ്മളത് കാണുന്നത് നമ്മളെ മക്കളെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോളേജിൽ പറഞ്ഞിരിക്കുന്ന മക്കളെയൊക്കെ നമ്മൾ വളരെ കരുതലോടെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ കുടുംബഭദ്രത നമ്മൾ നിലനിർത്തണം, നിലനിർത്തിയേ മതിയാവൂ. ഇതിനൊക്കെ ഈ വക അനുഭവങ്ങൾ നമ്മളെ സംഗമങ്ങളൊക്കെ അതിനുള്ളൊരു വേദിയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും പഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമ്മുടെ കുടുംബബന്ധങ്ങൾ നിലനിർത്താനും നമ്മുടെ കുടുംബങ്ങൾ ദീനായ മാർഗത്തിലൂടെ മുന്നോട്ട് പോകാനും നമ്മൾ ഏത് സമയത്തും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ വീട്ടുകളിലൊക്കെ ഈ ഗ്രഹയോഗങ്ങളൊക്കെ കൂടിയിട്ട് നമ്മളെ മക്കളും നമ്മളൊക്കെ അതിന് വിലയിരുത്തണം. നമ്മുടെ കുടുംബങ്ങളിൽ ചെറുതൊന്നും ഇല്ലാത്തതാണ്. 4 പേര് 4 മൊബൈലായിട്ട് ഇരിക്കും. പിന്നെ ആ ലോകം ഉണ്ടാകുന്ന അവർ അറിയുന്നില്ല. പക്ഷെ നമ്മുടെ മക്കളായിട്ട് നമ്മൾ ഇൻട്രാക്ഷൻ നടത്തി ഭാര്യ ഭർത്താവും മക്കളും ഒന്നിച്ചിരുന്ന് ഒരു ദിവസത്തിൽ
ആഴ്ചയിൽ ഒരു ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും നമ്മൾ അവരായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കുടുംബകാര്യങ്ങൾ സംസാരിക്കുക, പങ്കുവെക്കുക. അതൊക്കെ നമ്മുടെ കുടുംബത്തിന് ആരോഗ്യകരമായ ഒരു കാഴ്ചപ്പാടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുമായി മുന്നോട്ട് പോകണം. പിന്നെ നമ്മൾ കൂടുതലായിട്ട് പറയില്ല, ജസ്റ്റിസിന് പെട്ടെന്ന് പോവുകയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ അഡ്വക്കേറ്റ് അബ്ദുൽക്കാരനെ ക്ഷണിച്ചോളൂ. ഏറ്റവും നന്നായിട്ട് കർത്തവ്യം നിർവഹിച്ച അധ്യക്ഷന് നന്ദി. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ യോഗത്തിൻ്റെ നമ്മുടെ പ്രസിഡന്റ് അബ്ദുൽ സലാം, നമുക്ക് നമ്മുടെയൊക്കെ അതിഥി ആയിട്ടുള്ള ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം, വേദിയിലും സഹസ്രിക്കുന്ന പ്രിയമുള്ളവരെ, വളരെ 1 മണിക്കൂർ നമ്മൾ ഡിലേ വന്ന്, കാരണം ഇന്ന് വൈകിട്ട് വരെയുള്ള നമ്മുടെ ഒട്ടേറെ പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് കുട്ടികളായിട്ടും എല്ലാം. എന്തായാലും ഇന്ന് നമ്മൾ വളരെയധികം സന്തോഷവാനാണ്. കാരണം 2004 ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ ഈ കുടുംബസമിതിക്ക് രൂപം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇന്നേക്ക് 20 വർഷം തികഞ്ഞു. ഈ 20 വർഷത്തിനിടയിൽ നമ്മളുടെ കുടുംബാംഗങ്ങളിൽ നമ്മുടെ ആ ഉദ്ദേശ ലക്ഷ്യം, സ്നേഹത്തോടും ഐക്യത്തോടുമുള്ള കൂട്ടായ്മ നമുക്ക് നിലനിർത്താൻ കഴിയും. അന്ന് നമ്മളിത് രൂപീകരിക്കുന്ന സമയത്ത് നമ്മൾ കേവലം ഒരു 250 അംഗങ്ങളാണ് നമ്മുടെ കണ്ണകത്ത് കുടുംബസമിതിയിൽ ഉണ്ടായിരുന്നത്. കേരളത്തിന്റെ പല ഭാഗത്തും നമുക്ക് വേദികളുണ്ടെങ്കിലും തൃശ്ശൂരിൽ കൊടുങ്ങല്ലൂർ താലൂക്ക് തലങ്ങളിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്നത്. ഇവരെയൊക്കെ നമ്മൾ യോജിപ്പിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന്, നമുക്കറിയാം എന്തിനു വേണ്ടിയാണെന്ന്. കാരണം നമ്മൾ പരസ്പരം അറിയിക്കുക, സ്നേഹം പങ്കുവെക്കുക, തലമുറകളായിട്ട് നമ്മുടെ ബന്ധങ്ങൾ നിലനിർത്തുക, അതോടൊപ്പം തന്നെ സാമ്പത്തിക സന്തുലിത നിലനിർത്തുക, സാമൂഹ്യവും സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുക, ജീവകാരുണ്യം പരസ്പരം അംഗങ്ങളിൽ ചെയ്യുക, ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഈ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ ഏറെക്കൂടെ നമ്മളിങ്ങനെ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഏറെക്കൂടെ നമ്മുടെ പിള്ളേർക്ക്, കാരണം ഓരോ ദിവസം തോറും നമുക്ക് നല്ല പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ കുടുംബാംഗങ്ങളിൽ കൂടിക്കൊണ്ടിരിക്കുന്നതിന് ലക്ഷ്യമാണ് ഇവിടെ നടക്കുന്ന ഈ മൂവ്മെന്റുകളൊക്കെ. അതുപോലെ തന്നെ നമ്മളുടെ അവശത അനുഭവിക്കുന്ന ആളുകൾക്ക് നമ്മളത് ചെറുതെങ്കിലും നമുക്കത് അവരെ സഹായിക്കാനും ആശ്വസിപ്പിക്കാനും നമുക്ക് കഴിയുന്നുണ്ട് ഈ കൂട്ടായ്മ കൊണ്ട്. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നമ്മളത് ഞാൻ പോകുന്നില്ല. ഇതിന്റെ ഏറ്റവും 20 വർഷം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടിയുടെ ഇടയിൽ നമ്മൾ പ്രമുഖരായ ഒട്ടേറെ വ്യക്തികൾ നമ്മുടെ ഈ സദസ്സിനെ നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 19ാമത് വാർഷികത്തിൽ ജസ്റ്റിസ് കമാൽ പാഷ ഇവിടെ നമ്മളോടൊപ്പം ചെലവഴിക്കാനുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് നമ്മുടേതായ ഒരു ബന്ധം കൂടിയുള്ള നമുക്ക് വേണ്ടപ്പെട്ട ഒരു അതിഥിയാണ് നമുക്ക് കിട്ടിയത്. അതിനു മുമ്പ് ഈ അതിഥിയെ നമുക്ക് പരിചയപ്പെടുത്തുന്ന മുമ്പ് നമ്മളുമായിട്ടൊരു ബന്ധം അദ്ദേഹത്തിന് ഇവിടെ ഉണ്ട്. എന്റെയും സലാമത്തയുടെയും സഹോദരിയുടെ മകൻ മുഹമ്മദിന്റെ ഭാര്യ സൈനബത്താടെ ആങ്ങള വിവാഹം കഴിച്ചേക്കുന്നത് ഇദ്ദേഹത്തിന്റെ പെങ്ങളെയാണ്, സാറിന്റെ പെങ്ങളെയാണ്. അങ്ങനെ ഒരു ബന്ധവും നമുക്ക് ഉണ്ട്. ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം സാഹിബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം 26 വർഷം അഭിഭാഷകനായി ജോലി ചെയ്യുന്നു. അഭിഭാഷകൻ എന്ന് മാത്രമല്ല, വളരെ ആക്റ്റീവായിട്ട് താഴെ കോടതി മുതൽ ഹൈക്കോടതി, സുപ്രീം കോടതി, എല്ലാ വിവിധ കോടതികളിൽ അദ്ദേഹം നല്ല ഊർജ്ജസ്വതയോട് പ്രാക്ടീസ് ചെയ്ത നല്ലൊരു അഭിഭാഷകനായിരുന്നു. വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള വിഷയം ഞാനും അഭിഭാഷകനായിരുന്നപ്പോൾ എനിക്കും അദ്ദേഹവുമായിട്ട് കേസുകൾ നടത്താനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. കൂടാതെ അങ്ങനെ 26 വർഷത്തിന് ശേഷം അദ്ദേഹത്തെ ഹൈക്കോടതി ജസ്റ്റിസായിട്ട് നിയമിക്കുകയും പിന്നീട് അദ്ദേഹം 2019 ഹൈക്കോടതി ജസ്റ്റിസായതിനു ശേഷം പിന്നീട് അദ്ദേഹം അവസാനം ഒരു മാസത്തോളം ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായിട്ടും അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. ഈ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുന്ന കാലഘട്ടത്തിൽ ഹൈക്കോടതിയുടെ സീനിയർ പ്ലീഡറും ഗവൺമെന്റ് പ്ലീഡറും ഒക്കെ ആയിട്ട് അദ്ദേഹം 10 വർഷത്തോളം അദ്ദേഹം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്.
മാത്രമല്ല അഭിഭാഷകൻ എന്ന നിലയിൽ മാത്രമല്ല സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ അദ്ദേഹം സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നതാണ്. കൂടാതെ അദ്ദേഹം ഒരു കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അതിന്റെ ചെയർമാനാണ് അദ്ദേഹം. നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് രംഗങ്ങളിലുള്ള തർക്കങ്ങളൊക്കെ പരിഹരിക്കുന്ന ഒരു കോടതിയുടെ കേരളത്തിലെ ഏക അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ചെയർമാനാണ് അദ്ദേഹം. അദ്ദേഹം പെരുമ്പാവൂരാണ് ജനിച്ചു വളർന്നത്. വിദ്യാഭ്യാസം ഒക്കെ പ്രാഥമിക വിദ്യാഭ്യാസം പെരുമ്പാവൂർ സ്കൂളിലും തുടർന്ന് ഗവൺമെന്റ് ലോ കോളേജ് എറണാകുളത്ത് നിന്നാണ് അദ്ദേഹം ബിരുദം നേടിയത്. മാത്രമല്ല ഒട്ടേറെ ലേബർ കോൺഫറൻസ്, അന്താരാഷ്ട്ര ലേബർ കോൺഫറൻസുകളിലൊക്കെ അദ്ദേഹം അഭിഭാഷകനായ സമയത്ത് പങ്കെടുത്തിട്ടുണ്ട്. മാത്രമല്ല ലോക്കൽ ബോഡിയിലെ അംഗമായിരുന്നു അദ്ദേഹം. കുറെ നാൾ അദ്ദേഹം മെമ്പറായി പ്രവർത്തിച്ചിട്ടുണ്ട്. കൂടാതെ അദ്ദേഹത്തിന് ഭാര്യയും 3 മക്കളുമാണുള്ളത്. ഇന്ന് നമ്മളിവിടെ ക്ഷണിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അനുയോജ്യമായ നല്ല കുടുംബബന്ധം വെച്ച് പുലർത്തുന്നത്, സാമൂഹ്യവും സാംസ്കാരികവുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയത്. അദ്ദേഹം 10 വർഷത്തോളം ന്യായാധിപനായി പ്രവർത്തിച്ച സമയത്തൊക്കെ നല്ല സമൂഹത്തിന് നല്ല കാഴ്ചപ്പാടുള്ള വിധിന്യായങ്ങളാണ് അദ്ദേഹം പുറപ്പെടുവിച്ചത്. തീർച്ചയായിട്ടും നമുക്കൊക്കെ ഈ അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം കിട്ടിയത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. അദ്ദേഹത്തിന്റെ നല്ല ഒരു സ്പീച്ചിന് വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന് നമ്മൾ വലിയൊരു കൈകളിലൂടെ അദ്ദേഹത്തിന് സ്വീകരിക്കാം. ഞാൻ പ്രസിഡന്റ് അനുഭാവത്തോട് അദ്ദേഹത്തിന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന കണ്ണേഴത്ത് ഫാമിലി അസോസിയേഷൻ്റെ പ്രസിഡന്റ് ജനാബ് അബ്ദുൽ സലാം സാഹിബ്, എൻ്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ, വേദിയിലുള്ള കണ്ണേഴത്ത് കുടുംബ അസോസിയേഷൻ്റെ ബഹുമാന്യരായ വിശിഷ്ട ഭാരവാഹികളെ, മറ്റ് അതിഥികളെ, സദസ്സിലുള്ള പ്രിയങ്കരായ കുടുംബ അംഗങ്ങളെ, സഹോദരി സഹോദരന്മാർ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു കുടുംബ സംഗമത്തിൽ പങ്കെടുക്കുന്നത്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കെല്ലാം അറിയാം. ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കുന്ന ദിവസമാണ്. ക്രിസ്തു മത പ്രവാചകനായിരുന്ന യേശു ക്രിസ്തുവിൻ്റെ, അല്ലെങ്കിൽ നാം വിശ്വസിക്കുന്ന വേദാന്തത്തിൽ ഉൾപ്പെടുന്ന ഈസാ നബിയുടെ ജന്മദിനമായിട്ടാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. ലോകമെമ്പാടും അദ്ദേഹം അറിയപ്പെടുന്നത് സ്നേഹത്തിൻ്റെ പ്രവാചകനായിട്ടാണ്. പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിച്ച പ്രവാചകൻ, തന്നെ പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പഠിപ്പിച്ച പ്രവാചകൻ. ആ പ്രവാചകന്റെ ഓർമ്മ പുതുക്കുന്ന ദിവസത്തിൽ നാം ഒരു കുടുംബ സംഗമത്തിലൂടെ ഇവിടെ ഒത്തുചേരുമ്പോൾ ഈ സംഗമത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് തീർച്ചയായും ആ സ്നേഹത്തിൻ്റെ സന്ദേശമാണ്. പരസ്പരം മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതത്തിൻ്റെ സന്ദേശമാണ് ഈ സംഗമത്തിലൂടെ നമുക്ക് ഓർമ്മിക്കാനുള്ളത്, നമുക്ക് പ്രതിജ്ഞ എടുക്കാനുള്ളത് എന്ന തിരിച്ചറിവായിരിക്കണം നമുക്കിവിടെ സമ്മേളിക്കുമ്പോൾ ആദ്യമായി നമ്മുടെ മനസ്സിലേക്ക് എത്തണം.
ഇവിടെ അബ്ദുൽ സലാം സാഹിബ് അധ്യക്ഷ പ്രസംഗം നടത്തിയപ്പോൾ വളർന്നു വരുന്ന പുതുതലമുറയുടെ യുവ പ്രായക്കാരനെ ചിന്താഗതികളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെയും സാമൂഹികമായ മാറ്റങ്ങളെയും ഒക്കെ പറ്റി പറയുകയുണ്ടായി. ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഞാൻ ഈ വേദിയിലേക്ക് കടന്നു വന്നപ്പോൾ ഒരുപാട് കുട്ടികൾ, ഒരുപാട് കുഞ്ഞുങ്ങൾ ഇതിലെ ഓടിച്ചാടി നടക്കുന്നുണ്ടായിരുന്നു. പലപ്പോഴും ആ കുട്ടികളെ തട്ടി വീഴാതെ ശ്രദ്ധിച്ചാണ് ഞാൻ ഈ വേദിയിലേക്ക് കടന്നു വന്നത്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു കാണില്ല. ഈ വേദിയിൽ ഇരിക്കുന്ന ഭൂരിഭാഗം വരുന്ന സഹോദരിമാരും അതുപോലെ കുറച്ചു വരുന്ന സഹോദരന്മാരും ഒക്കെ ചിന്തിക്കാത്തൊരു വസ്തുത, ഈ വേദിയിൽ ഒരു 17-നും 30-നും ഇടയിൽ പ്രായമുള്ള എത്ര ചെറുപ്പക്കാരുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അല്ലെങ്കിൽ നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കുക. ഒരു 17 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള എത്ര പേരുണ്ട്? ഉള്ളവരൊന്ന് കൈപൊക്കിയാൽ വളരെ എളുപ്പം നമുക്ക് മനസ്സിലാക്കാം. ഒരാൾ അവിടെ പൊക്കിയിട്ടുണ്ട്, 2 പേര് പൊക്കിയിട്ടുണ്ട്, 3. ഇതില് ബാല്യഭർത്താക്കന്മാർ ഒഴിവാണ്, അവരെ ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ നിന്ന് എടുത്താൽ മതി. അപ്പൊ ഇതാണ് സ്ഥിതി. എനിക്കറിയില്ല എത്ര കുടുംബങ്ങൾ ഈ കുടുംബത്തിന്റെ ഈ കുടുംബ സംഗമത്തിന്റെ പരിധിയിലുണ്ട് എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ ഹോള് നിറഞ്ഞ് സഹോദരി സഹോദരന്മാർ ഇരിക്കുന്നതില് ഞാൻ പറഞ്ഞ ഈ വയസ്സിനിടയിൽ വരുന്ന, ഈ പ്രായപരിധിയിൽ വരുന്ന 4, 5, 6 പേര് മാത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമ്മുടെ ഒന്നും വീടുകളിൽ ഈ പ്രായപരിധിക്കുള്ളിൽ വരുന്ന കുട്ടികളില്ലാത്തത് കൊണ്ടല്ല. തീർച്ചയായും നമ്മുടെയൊക്കെ വീടുകളിൽ ഈ പ്രായപരിധിയിലുള്ള കുട്ടികൾ ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ അവരാരും ഈ സംഗമത്തിന് വരാൻ തൽപരരല്ല. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സംഗമം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ യാതൊരു പ്രാധാന്യവും ഇല്ലാത്തൊരു വസ്തുതയാണ് എന്നുള്ളതാണ്. ഇത് തന്നെയാണ് അബ്ദുൽ സലാം സാഹിബ് ഇവിടെ സൂചിപ്പിച്ച ആ സാമൂഹിക മാറ്റത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന വസ്തുത എന്ന് പറയുന്നത്. പരസ്പര സ്നേഹത്തിന്റെ, പരസ്പര സങ്കലനത്തിന്റെ, പരസ്പര സാഹോദര്യത്തിന്റെ, സഹവർത്തിത്വത്തിന്റെ, ത്യാഗത്തിന്റെ, സഹിഷ്ണുതയുടെ ഒക്കെ ആയിട്ടുള്ള പാഠങ്ങള് നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ കുറഞ്ഞു വരുന്നു. അല്ലെങ്കിൽ യുവതലമുറയിലെ, പുതിയ തലമുറയിലേക്ക് ഇതിൻ്റെയൊക്കെ അളവ് വളരെ ചുരുങ്ങി വരുന്നു എന്നുള്ളതാണ്. ഞാൻ ഈ അടുത്തിടെ പ്രഗത്ഭനായ ഒരു ഹൃദ്രോഗ വിദഗ്ധൻ, ഒരു ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനായിട്ടുള്ള ഡോക്ടറുമായി ഒരു സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടുകയുണ്ടായി. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഡോക്ടറെ, എന്തുകൊണ്ടാണ് നമ്മുടെ ഈ കേരള സമൂഹത്തില് ഇത്രയധികം ഹൃദ്രോഗ മരണങ്ങൾ ഉണ്ടാവുകയും ഇത്രയധികം ഹൃദ്രോഗ ശസ്ത്രക്രിയകൾ നടത്തേണ്ടി വരികയും ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വരികയൊക്കെ ചെയ്യുന്നത്? പഴയ കാലങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് ഹൃദ്രോഗികളുടെ എണ്ണം ഇവിടെ കൂടി വരികയാണല്ലോ. എന്താണ് ഇതിനുള്ള ഒരു അടിസ്ഥാനപരമായ കാരണം എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പം അദ്ദേഹം അതിന് വളരെ തമാശ രൂപേണ, വളരെ സരളമായ, സരസമായ ഒരു മറുപടി അദ്ദേഹം പറഞ്ഞു. അത് ഇപ്രകാരമാണ് അദ്ദേഹം പറഞ്ഞത്: അത് സാറേ, മറ്റൊന്നുമല്ല, ഈ തലമുറകൾ കഴിയുന്തോറും തല വലുതായി വരികയും ഹൃദയം ചെറുതായി വരികയും ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. തല വലുതാകുക എന്ന് പറയുന്നത് തലയുടെ അളവ് കൂടുക എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ മസ്തിഷ്കം ഓരോ തലമുറ കഴിയുന്തോറും നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ കഴിവുകൾ കൂടി വരികയാണ്. പക്ഷെ ഹൃദയം ചെറുതായിക്കൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞത്. ഹൃദയം യഥാർത്ഥത്തിൽ അളവ് പ്രകാരം ചെറുതാകുന്നു എന്നല്ല. നമ്മളൊക്കെ വിശ്വസിക്കുന്നത്, നമ്മളൊക്കെ സാധാരണ പറയാറുള്ളത്, ഈ സ്നേഹത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ പര്യായമായി പറയാറുള്ളത് വളരെ ഹൃദയ വിശാലതയുള്ള മനുഷ്യനാണ് എന്ന് പറയും.
അദ്ദേഹം വളരെ ഹൃദയ വിശാലതയുള്ളവരാണ്. ആ സ്ത്രീ വളരെ ഹൃദയ വിശാലതയുള്ള ഒരു സ്ത്രീയാണെന്ന് പറയും. ഈ ഹൃദയ വിശാലത എന്ന് പറയുന്നത് നമ്മൾ പച്ചയായ നാടൻ ഭാഷയിൽ പറയുന്നതാണ് ഹൃദയത്തിന്റെ വലിപ്പം. ആ വലിപ്പം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ബുദ്ധി കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ മറന്നു പോകുന്ന സാമൂഹിക പശ്ചാത്തലമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സഹവർത്തിത്വത്തിൻ്റെ, പരസ്പര സഹകരണത്തിൻ്റെയൊക്കെ ആയിട്ടുള്ള പാഠങ്ങൾ. നിങ്ങളൊരു വസ്തുത ചിന്തിച്ചിട്ടുണ്ട്. നാം ഒക്കെ ദൈവവിശ്വാസികളാണ്. നാം ഒക്കെ ഈ ഭൂമിയിൽ ജന്മം കൊണ്ടത് ഏതോ അദൃശ്യമായ ഒരു ശക്തിയുടെ സൃഷ്ടിയുടെ ഫലമായിട്ടാണ് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. അതിനെ നമ്മുടെ വേദാന്തത്തിൽ തന്നെ അല്ലാഹു എന്ന് പറയുന്നു. വേറെ ചില മതവിശ്വാസികൾ അതിനെ ഈശ്വരൻ എന്ന് വിളിക്കുന്നു, മറ്റു ചില വിശ്വാസികൾ ദൈവം എന്ന് വിളിക്കുന്നു. അപ്പൊ അത്തരത്തിലൊരു ശക്തിയുടെ സൃഷ്ടിയുടെ ഫലമാണ് നാം ഓരോരുത്തരും എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരികയാണ്. അതിന് ശാസ്ത്രീയമായ ചില അടിത്തറകളുമുണ്ട്. നമുക്കറിയാം, ഒരു മനുഷ്യജന്മം രൂപം കൊള്ളുന്നത് ഒരു ബീജവും ഒരു അണ്ഡവുമായി ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ വെച്ചുണ്ടാകുന്ന സങ്കലനത്തിന്റെ ഭാഗമായിട്ടാണ്. ഒരു ബീജത്തിന്റെയും ഒരു അണ്ഡത്തിന്റെയും സങ്കലനത്തിന്റെ ഭാഗമായിട്ട് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഭ്രൂണമാണ് പിന്നീട് വളർന്ന് ഒരു ശിശുവായി, ഒരു മനുഷ്യ ശിശുവായി മാറുന്നത്. ശാസ്ത്രീയമായി പറയുന്നത് ആ ഭ്രൂണത്തിന് ജീവനുണ്ട് എന്നുള്ളതാണ്. ആ ജീവൻ ഉള്ളത് കൊണ്ടാണ് അതിങ്ങനെ കാലക്രമേണ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്നത് മാതാവിന്റെ ഗർഭപാത്രത്തിൽ. പക്ഷെ ആ വളർച്ചയുടെ ഏതോ ഒരു ഘട്ടത്തില് ആ മാംസപിണ്ഡത്തിലേക്ക്, ആ ഭ്രൂണത്തിലേക്ക്, ജീവനുള്ള ആ ഭ്രൂണത്തിലേക്ക് ഒരാത്മാവ് സന്നിവേശിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു റൂഹ് ആ ഭ്രൂണത്തിലേക്ക് സന്നിവേശിക്കപ്പെടുന്നു. ഈ ആത്മാവ്, ഈ റൂഹ് എവിടെ നിന്ന് വരുന്നു? ആ റൂഹ് വന്നതിന് ശേഷം മാത്രമാണ് ആ ഭ്രൂണം തിരിച്ചറിവിലേക്ക് എത്തുന്നത്. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടു, ഗർഭസ്ഥ അവസ്ഥയിൽ നിവസിക്കുന്ന ഗർഭപാത്രത്തിൽ നിവസിക്കുന്ന ഒരു ശിശുവിനെ സംബന്ധിച്ചിടത്തോളം ആ ശിശുവിന് വിചാരങ്ങൾ ഉണ്ട് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരിക്കുക. ആ ശിശുവിന് ആ അമ്മയുടെ ശരീരത്തിൽ നടക്കുന്ന, മാതാവിന്റെ ശരീരത്തിൽ നടക്കുന്ന പല പ്രക്രിയകളെയും തിരിച്ചറിയാൻ കഴിയുന്നു. ആ മാതാവിന്റെ ശരീരത്തിന് പുറത്തു നടക്കുന്ന ചില ശബ്ദങ്ങളെ, ചില പ്രവർത്തനങ്ങളെ ഒക്കെ ആ ഭ്രൂണത്തിന് തിരിച്ചറിയാൻ കഴിയുന്നു. ഈ തിരിച്ചറിവ് വരുന്നത് ഈ ആത്മാവ് സന്നിവേശിക്കപ്പെടുന്നതോടുകൂടിയാണ്, അല്ലെങ്കിൽ ഈ റൂഹ്, ഈ ആത്മാവ് കടന്നു വരുന്നതോടുകൂടിയാണ്. കേവലം ജീവൻ എന്ന് പറയുന്നതും ആത്മാവ് എന്ന് പറയുന്നതും തമ്മിൽ വളരെ വ്യത്യസ്തമായ, വളരെ നൈർമല്യമേറിയ ഒരു വേർതിരിവുണ്ട്, ഒരു ഡിവൈഡിങ് ലൈനുണ്ട്. ആ ഡിവൈഡിങ് ലൈനിൽ നമ്മൾ നോക്കിയാൽ ഈ ആത്മാവ് സന്നിവേശിക്കപ്പെടുന്നത് ഈ ഭ്രൂണത്തിന്റെ വളർച്ചയുടെ ഒരു സന്നിഗ്ധമായ ഒരു ഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ്. എവിടെ നിന്നാണ് ഈ ആത്മാവ് സന്നിവേശിക്കപ്പെടുന്നത്? ഞാൻ പല ഡോക്ടർമാരോട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് അതിൻ്റെ ഒരു ബയോളജിക്കൽ പ്രോസസ്സ്, ശാസ്ത്രീയമായ, ശാരീരികമായ ഏത് പ്രക്രിയയിലൂടെയാണ് ഈ ആത്മാവ് സന്നിവേശിക്കപ്പെടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു ഡോക്ടർമാർക്ക് കൃത്യമായിട്ടൊരു മറുപടിയും തരാൻ സാധിച്ചിട്ടില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഏതോ ഒരു അദൃശ്യമായ ശക്തിയുടെ സൃഷ്ടിയുടെ ഭാഗമായിട്ടാണ് നാം ജനിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു വിശ്വാസം ദൈവവിശ്വാസികളായ നമ്മളിൽ എല്ലാവരിലും ഉണ്ടെങ്കിൽ, ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ പ്രപഞ്ചത്തിൽ അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന എത്ര തരം സൃഷ്ടികളുണ്ട്? കോടാനുകോടി സൃഷ്ടികളുണ്ട്. അങ്ങ് അതിസൂക്ഷ്മമായ, അതിതീവ്രമായ മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ മാത്രം കാണുന്ന സൂക്ഷ്മാണുവായിട്ടുള്ള ജീവി മുതല് കടലിലും കരയിലും കാണുന്ന ഭീമാകാരങ്ങളായ മൃഗങ്ങളും മത്സ്യങ്ങളും വരെയുള്ള ചേതനമായ ജീവനുള്ള അനേക കോടി സൃഷ്ടി
സൃഷ്ടികളെ നമുക്ക് കാണാൻ കഴിയും. അചേതനമായ ജീവനില്ലാത്ത മറ്റനേകം സൃഷ്ടികളെ, കുന്നുകള്, പർവ്വതങ്ങള്, വയലുകള്, നദികള്, പുഴകള്, സമുദ്രം, അങ്ങനെ അനേകം സസ്യജാലങ്ങൾക്ക് ഇപ്പൊ ജീവനുണ്ടെന്നാണ് പുതിയ ശാസ്ത്രീയമായ കണ്ടുപിടുത്തമൊക്കെ. അങ്ങനെ അനേകം കോടാനുകോടി വരുന്ന ചേതനയുള്ളതും അചേതനവുമായിട്ടുള്ള സൃഷ്ടികളെ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ കാണാൻ കഴിയും. ഈ സൃഷ്ടികളെല്ലാം ഒരു അദൃശ്യമായ ശക്തിയുടെ സൃഷ്ടിയുടെ വൈഭവമായി നാം കരുതുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അവലോകനം ചെയ്യുക, എന്താണ് മനുഷ്യ സൃഷ്ടിയുടെ പ്രത്യേകത എന്നുള്ളത്. മനുഷ്യ സൃഷ്ടിയാണ് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഭൗതികമായ സിദ്ധികള്, കഴിവുകള് സമ്മേളിച്ച് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള സൃഷ്ടി എന്ന് പറയുന്നത് മനുഷ്യനാണ്. ഈ പ്രപഞ്ചത്തിലെ ചേതനവും അചേതനവുമായ കോടാനുകോടി വരുന്ന സൃഷ്ടികളെ നമ്മൾ പരിശോധിച്ചാൽ അതിൽ ഏറ്റവും കൂടുതൽ കഴിവുകള്, ഏറ്റവും കൂടുതൽ സിദ്ധികള് സമ്മേളിക്കപ്പെട്ടിട്ടുള്ള സൃഷ്ടി മനുഷ്യ സൃഷ്ടി എന്ന് പറയുന്ന മനുഷ്യനാണ്, മനുഷ്യകുലമാണ്. ആ മനുഷ്യകുലത്തിന്റെ സൃഷ്ടിയില് സൃഷ്ടാവ് കനിഞ്ഞ് അനുഗ്രഹിച്ച് ഇത്രയധികം സിദ്ധികള് നമുക്ക് അനുഗ്രഹിച്ച് തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളൊരു ചിന്താഗതി നമുക്ക് വളരെ ഉപകാരപ്രദമാണ്. ആ ചിന്താഗതിക്ക് അല്ലെങ്കിൽ ആ ചോദ്യത്തിന് നമുക്ക് മറുപടി കണ്ടെത്താൻ പറ്റുന്ന ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തിലെ കോടാനുകോടി വരുന്ന സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമമായ സാമൂഹിക ജീവിതം നയിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള സൃഷ്ടിയാണ് മനുഷ്യൻ എന്നുള്ള ഒരൊറ്റ ഉത്തരം മാത്രമേ നമുക്ക് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഈ പ്രപഞ്ചത്തിൽ മറ്റൊരു സൃഷ്ടിയും ഇത്രയധികം സാമൂഹികമായ സങ്കലനത്തോടുകൂടി സാമൂഹികമായ ജീവിതം നയിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതായി നമുക്ക് കാണാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സൃഷ്ടിയുടെ നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മളൊരു മനുഷ്യ സൃഷ്ടിയായി ഈ ഭൂമിയിൽ ഇന്നയാളുടെ മകനായി ഇന്ന മാതാവിന്റെ മകനായി ജനിക്കുന്നതിന് പകരം ഈ ഹാളിന് തൊട്ടുപുറത്ത് ആ പുല്ലിൽ ഇഴഞ്ഞു നടക്കുന്ന ഒരു കൃമിയായി, ഒരു കീടമായിട്ടാണ് നമ്മുടെ ജനനം ഉണ്ടായിരുന്നതെങ്കിൽ, ദിവസങ്ങൾ അല്ലെങ്കിൽ നിമിഷങ്ങൾ മാത്രം ജീവിച്ച് മരിക്കുന്ന ഒരു കൃമിയായി, കീടമായി, ആരുടെയെങ്കിലും ഷൂസിന്റെയോ ചെരുപ്പിന്റെയോ അടിയിൽ ചതഞ്ഞരിഞ്ഞ് മരിച്ചു പോകുന്ന ഒരു കൃമിയായിട്ടാണ് നമ്മൾ ജനിച്ചിരുന്നതെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്പൊ നമ്മുടെ ജന്മം ഏറ്റവും ഉത്തമമായ ഉദാത്തമായ മനുഷ്യ സൃഷ്ടിയായി ജന്മം തന്ന സൃഷ്ടാവിനോട് നാം കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ജന്മത്തിന്റെ കടപ്പാട് നമ്മുടെ സൃഷ്ടാവിനോടാണ്. അത് നമുക്ക് ഒരു മനുഷ്യ സൃഷ്ടിയായി ഈ ഭൂലോകത്ത് ജനിക്കാൻ കഴിഞ്ഞതിന് സൃഷ്ടാവിനോട് നന്ദി പറയാൻ നാം കടപ്പെട്ടിരിക്കുന്നു. നമുക്ക് ജന്മം തന്ന മാതാവിനോടും പിതാവിനോടും ആ ജന്മത്തിന് നാം കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ സഹോദരങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു, നമ്മുടെ ബന്ധുമിത്രാദികളോട് കടപ്പെട്ടിരിക്കുന്നു, നമ്മുടെ അയൽവാസികളോട് കടപ്പെട്ടിരിക്കുന്നു, നമ്മുടെ ഗ്രാമവാസികളോട്, നമ്മുടെ പട്ടണവാസികളോട് കടപ്പെട്ടിരിക്കുന്നു. അതിനപ്പുറത്ത് കൊടുങ്ങല്ലൂർ മേഖലയിലുള്ള മുഴുവൻ ജനങ്ങളോടും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. തൃശ്ശൂർ ജില്ലയിലുള്ള മുഴുവൻ ജനങ്ങളോടും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് പോയാൽ കേരളം എന്ന നമ്മുടെ മനോഹരമായ സംസ്ഥാനത്തെ മുഴുവൻ വിഭാഗത്തോടും നമ്മുടെ ജീവിതം കടപ്പെട്ടിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഇന്ത്യ എന്ന മഹാരാജ്യത്തിലെ മുഴുവൻ ജനങ്ങളോടും നാം കടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ചിന്തിച്ചു വരുമ്പോൾ ഈ ഭൂലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന 800 കോടിയിൽ പരം ജനങ്ങളുമായി നമ്മുടെ ജീവിതം കടപ്പെട്ടിരിക്കുന്നു. അവിടെയാണ് ഞാൻ പറഞ്ഞ സാമൂഹിക സങ്കലനത്തിന്റെ, സാമൂഹിക വ്യവസ്ഥതയുടെ, സാമൂഹിക ജീവിതത്തിന്റെ, മാനവികതയുടെ, സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ, സഹവർത്തിത്വത്തിന്റെ, പരസ്പര സഹകരണത്തിന്റെ ഒക്കെ മൂർത്തിമത് ഭാവമായ ഒരു മനുഷ്യ സൃഷ്ടിയാണ് നാം എന്ന തിരിച്ചറിവ് വരേണ്ടത്. ആ തിരിച്ചറിവ് ഇല്ലാത്തത് കൊണ്ടല്ല ഞാൻ നേരത്തെ പറഞ്ഞ 17 മുതൽ 30 വരെയുള്ള പ്രായപരിധിയിലുള്ളവർ ഇങ്ങോട്ട് വരാത്തത്. പക്ഷെ ആ തിരിച്ചറിവ് ജീവിതത്തിൽ പാലിക്കേണ്ടതാണ്. അത് പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കേണ്ടതാണ്.
ആ പ്രായോഗിക തലത്തിൽ അത് നടപ്പിലാക്കുമ്പോഴാണ് നമ്മുടെ ജന്മം പൂർണ്ണമാകുന്നത്, നമ്മുടെ ജന്മത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നത് അപ്പോഴാണ് എന്ന തിരിച്ചറിവിൽ നിന്നും നമ്മുടെ യുവജന സമൂഹം വളരെ അകന്നുകൊണ്ടിരിക്കുന്നു. അവരിതൊക്കെ മനസ്സിലാക്കുമ്പോഴും അതൊന്നും ഞങ്ങളെ ബാധിക്കുന്നതല്ല, ഞങ്ങൾ അതിനൊന്നും കടപ്പെട്ടിരിക്കുന്നവരല്ല, അതൊക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അതൊന്നും പ്രായോഗിക തലത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി പരസ്പരം സഹകരിക്കാനും പരസ്പരം സംസാരിക്കാനും പരസ്പരം സംവദിക്കാനും സഹവർത്തിക്കാനും ഒന്നും തയ്യാറുള്ളവരല്ല എന്ന ചിന്താഗതി എവിടെ നിന്നോ കടന്നു വന്നിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള കുടുംബ അസോസിയേഷനുകൾ ഉണ്ടാക്കുമ്പോൾ ആദ്യകാലഘട്ടങ്ങളിലൊക്കെ പട്ടണ പ്രദേശങ്ങളിലായിരുന്നു ഇത്തരം കുടുംബ റെസിഡൻസ് അസോസിയേഷൻ എന്ന പേരിൽ രൂപീകരിച്ചിരുന്നത്. അന്നൊക്കെ റെസിഡൻസ് അസോസിയേഷന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ തമാശയായിട്ടാണെങ്കിലും പറയും, ഈ മേഖലയിൽ കള്ളന്മാരുടെ ശല്യം ഭയങ്കര കൂടുതലാണ്, അതുകൊണ്ട് രാത്രി ഉറക്കമൊഴിച്ചിരുന്ന് ഒരു ബാച്ചായിട്ട് ടേണായിട്ട് ഞങ്ങൾ കള്ളന്മാരെ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ രൂപീകരിച്ചിരിക്കുകയാണ് അസോസിയേഷൻ എന്ന് പറയുമായിരുന്നു. കുറച്ചു കാലം കൂടി കഴിഞ്ഞ് വന്നപ്പോൾ അത് മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമായി. ഈ മേഖലയിൽ ഭയങ്കര മാലിന്യ പ്രശ്നമാണ്. അപ്പോൾ കോർപ്പറേഷനുമായി അല്ലെങ്കിൽ പഞ്ചായത്തുമായി അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുമായി സഹകരിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് നേതൃത്വം കൊടുക്കാനാണ് ഞങ്ങൾ ഇത്തരം അസോസിയേഷൻ രൂപീകരിച്ചിരിക്കുന്നത് എന്ന് പറയുമായിരുന്നു. ഇവിടെ അബ്ദുൽ ഖാദർ സൂചിപ്പിച്ചു, ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങൾ, സാമൂഹിക സഹായങ്ങൾ, കുടുംബ ബന്ധങ്ങളിലെ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സഹായ സഹകരണങ്ങളൊക്കെ ഇവിടെ നടപ്പിലാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നല്ല കാര്യങ്ങളാണ്. അത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങളാണ് കുടുംബ ബന്ധങ്ങളിൽ നമ്മൾ വെച്ചു പുലർത്തേണ്ടതും അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടതുമൊക്കെ. പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഞാൻ സൂചിപ്പിച്ചു വന്നതുപോലെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയുടെ സാമൂഹിക അവബോധവും സാമൂഹിക പ്രതിബദ്ധതയും മനുഷ്യത്വവും മാനവികതയും ഒക്കെ നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മുടെയൊക്കെ ഭാഗത്തു നിന്ന് ബോധപൂർവമായി ഉണ്ടാകേണ്ട ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ ഒരു സമകാലീന പ്രവണത നിലനിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അതിനനുസരിച്ച് വളർന്നു വരുന്ന നമ്മുടെ യുവ സമൂഹത്തെ, നമ്മുടെ കുടുംബാംഗങ്ങളെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഇത്തരത്തിലുള്ള നല്ല കൂട്ടായ്മകളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പരമപ്രമാദമായി പരമപ്രാധാന്യമേറുന്നതായി നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുവാനാണ് ഞാൻ ഈ അവസരം വിനിയോഗിച്ചത്. നമുക്കറിയാം, വിദ്യാഭ്യാസ മേഖലയിലൊക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങളെ അപേക്ഷിച്ചൊക്കെ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ കുട്ടികളൊക്കെ ഉന്നതമായ വിദ്യാഭ്യാസം നേടിക്കൊണ്ട് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഒക്കെ നടക്കുന്ന തൊഴിലവസരങ്ങളിലും മത്സര പരീക്ഷകളിലുമൊക്കെ നല്ല തിളക്കമാർന്ന വിജയം നേടത്തക്ക നിലയിൽ ആത്മവിശ്വാസമുള്ള കുട്ടികളായാണ് കുട്ടികളൊക്കെ നമ്മുടെ കലാലയങ്ങളിൽ നിന്നും പുറത്തു വരുന്നതൊക്കെ. അവര് ആ മത്സര പരീക്ഷകളിലൊക്കെ തിളക്കമാർന്ന വിജയം കൈവരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ ഉന്നതമായ ശ്രേണികളിലേക്കൊക്കെ എത്തിപ്പെടുന്ന ഒരു അവസരം സംജാതമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും മക്കളെ സംബന്ധിച്ചിടത്തോളം നാം വെച്ചു പുലർത്തുന്ന സ്വപ്നം അല്ലെങ്കിൽ നാം പ്രതീക്ഷിക്കുന്നതെന്ന് പറയുന്നത് അവരൊക്കെ ഉന്നതമായ വിദ്യാഭ്യാസം നേടിക്കൊണ്ട് ജീവിതത്തിലെ ഉന്നതമായ ശ്രേണികളിലേക്ക് ഉത്തുംഗങ്ങളിലേക്ക് എത്തിപ്പെടുന്നതായിട്ടുള്ള സ്വപ്നമാണ് നാമൊക്കെ മനസ്സിൽ താലോലിക്കുന്നത്. പക്ഷെ അവിടെ നമ്മൾ കാണാതെ പോകാൻ പാടില്ലാത്തൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. അത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന സാമൂഹിക പശ്ചാത്തലമാണ്. ചെറുപ്പക്കാരുടെ ഇടയിൽ വിദ്യാഭ്യാസത്തിന്റെ തോത് വർദ്ധിച്ചു വന്നിരിക്കുകയാണ്, വളരെയധികം ഉയർന്നു നിൽക്കുകയാണ്. അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാരില്ലാത്ത ഒരു കുടുംബങ്ങളെയും ഇന്ന് നമുക്ക് കാണാൻ കഴിയാത്തൊരവസ്ഥയാണ്. അവരൊക്കെ ഉന്നതമായ വിദ്യാഭ്യാസം നേടി വരുമ്പോഴും അതുപോലെ നമ്മുടെ രാജ്യം ആ വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ നേട്ടം എന്നുള്ള നിലയ്ക്ക് രാജ്യം സമഗ്രമായി എല്ലാ മേഖലയിലും പുരോഗതി കൈവരിച്ചുകൊണ്ട് മുന്നേറുമ്പോഴും ഒക്കെ ഇതിനേക്കാൾ അപ്പുറത്ത് പ്രതിലോമമായ ഒരുപാട് ഘടകങ്ങൾ
നമ്മുടെ സമൂഹത്തിലും നമ്മുടെ രാജ്യത്തും നിലനിൽക്കുന്നു എന്നുള്ള വസ്തുത നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. പത്രമാധ്യമങ്ങളിലൂടെ നമ്മളിലേക്ക് എത്തുന്ന വാർത്തകൾ, ആ പ്രതിലോമ ഘടകങ്ങളുടേതായ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ, അക്രമങ്ങളുടെ, അരാജകത്വത്തിന്റെ, കൊലപാതകങ്ങളുടെ, വിഭാഗീയ ചിന്താഗതികളുടെ, വിഘടനവാദങ്ങളുടെ, ഭീകര പ്രവർത്തനങ്ങളുടെ, മയക്കുമരുന്നിന്റെ, കഞ്ചാവിന്റെയും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും ഉപഭോഗത്തിന്റെ, ബലാത്സംഗങ്ങളുടെ, സ്ത്രീ വിദ്വേഷങ്ങളുടെ, അങ്ങനെ അനേകമായ പ്രതിലോമ ഘടകങ്ങളുടെ, കുറ്റകൃത്യങ്ങളുടെ ഒക്കെ പട്ടിക നമ്മുടെ മുന്നിലേക്ക് പ്രതിദിനമെന്നോണം പത്രമാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തോത് ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് നല്ല വിദ്യാഭ്യാസം കൈവരിച്ചുകൊണ്ട്, നല്ല സംസ്കാരം സൃഷ്ടിച്ചുകൊണ്ട് സമൂഹം മുന്നേറുന്നു എന്ന് നാം വിശ്വസിക്കുമ്പോൾ, നമ്മുടെയൊക്കെ വളർന്നു വരുന്ന ചെറുപ്പക്കാര് നല്ല വിദ്യാഭ്യാസം നേടി ഉന്നതമായ ശ്രേണികളിലൊക്കെ എത്തിപ്പെടുന്നു എന്ന് നാം സ്വപ്നം കാണുമ്പോൾ, മറുഭാഗത്ത് ഇത്തരത്തിലുള്ള പ്രതിലോമ ഘടകങ്ങളുടെ വേലിയേറ്റം തന്നെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എവിടെയാണ് നമുക്ക് കാലിടറുന്നത്? നമ്മുടെ കുട്ടികൾ നല്ല വിദ്യാഭ്യാസം നേടി നല്ല അറിവുള്ളവരായി, നല്ല സംസ്കാരമുള്ളവരായി മാറുമ്പോഴും സമൂഹത്തിൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളും പ്രതിലോമ പ്രവർത്തനങ്ങളും ഒക്കെ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമുക്ക് കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഒരു വ്യത്യാസം നമുക്ക് അവിടെ കാണാൻ കഴിയുകയാണ്. അത് മറ്റൊന്നുമല്ല, ഈ പ്രതിലോമ പ്രവർത്തനങ്ങളുടെയൊക്കെ അതിൽ ഉൾപ്പെടുന്ന ആളുകളുടെ അല്ലെങ്കിൽ പ്രതി ചേർക്കപ്പെടുന്ന ആളുകളുടെ പട്ടിക പുറത്തേക്ക് വരുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഒരുപാട് ഉന്നത വിദ്യാഭ്യാസം നേടിയ ചെറുപ്പക്കാരെയാണ്. പ്രൊഫഷണൽ ഡിഗ്രി ഉള്ളവരെ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ളവരെ, ജീവിതത്തിൽ നല്ല മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ ഒക്കെ ഈ പ്രതിപട്ടികകളിൽ ഇടം പിടിക്കുന്ന ഒരു കാഴ്ച കാണുകയാണ്. അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ രീതി കൊണ്ട് എത്രമാത്രം നല്ല മനുഷ്യരെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും ചിന്തനീയമായിട്ടുള്ളൊരു വസ്തുത. വിദ്യാഭ്യാസം എന്നതുകൊണ്ട് അറിവ് നേടുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു മാനവ സംസ്കരണം എന്ന ദൗത്യം കൂടി വിദ്യാഭ്യാസത്തിനുണ്ട്. നല്ല പൗരന്മാരെ, നല്ല മനുഷ്യരെ സമൂഹത്തിൽ വാർത്തെടുക്കുക എന്നുള്ള ഒരു ദൗത്യം വിദ്യാഭ്യാസ മേഖലയ്ക്കുണ്ട്. അതെന്തുമാത്രം സാധ്യമാകുന്നുണ്ട് എന്നുള്ളൊരു അവലോകനം കാലഘട്ടത്തിന്റെ ആവശ്യകതയായി മാറുകയാണ്. കേവലം വിദ്യാഭ്യസിച്ചതുകൊണ്ട് മാത്രം ഒരു നല്ല മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഒരു നല്ല മാനവ സംസ്കരണം നടക്കുന്നില്ല എന്നുള്ള വസ്തുത നമ്മുടെ മുന്നിലേക്ക് നമ്മെ തുറച്ചു നോക്കി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് അഭ്യസ്തവിദ്യരായ അനേകം ചെറുപ്പക്കാർ ഇത്തരത്തിലുള്ള പ്രതിലോമ പ്രവർത്തനങ്ങളുടെയൊക്കെ പട്ടികയിൽ, പ്രതിപട്ടികയിൽ ചേർക്കപ്പെടുകയും ജയിലിൽ അടയ്ക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ നമ്മുടെ മുന്നിൽ സംജാതമാകുന്നു. ഇതിനെന്താണ് പ്രതിവിധി എന്നുള്ളത് ചോദിക്കുമ്പോൾ ഉത്തമമായ ഉദാത്തമായ ഒരു ധാർമ്മിക അവബോധം, ഒരു മാനവ സംസ്കരണം അവരുടെ ഉള്ളിൽ നടക്കുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള വേദിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം. നല്ല മനുഷ്യരായി നമ്മുടെ ചെറുപ്പക്കാരെ മാറ്റിയെടുക്കാൻ ആധ്യാത്മിക ചിന്തകൾ, ധാർമ്മിക മൂല്യങ്ങൾ, ജീവിതത്തിലെ നല്ല പാഠങ്ങൾ, ഉത്തുംഗമായ മാനവിക മൂല്യങ്ങൾ, ഇതൊക്കെ അവരുടെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് അഗാധമായി പകർന്നു കൊടുക്കാൻ കഴിയാത്ത ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നിലനിൽക്കുന്നു എന്ന വേണം അതിനെ നമുക്ക് ഉത്തരമായി കണ്ടെത്തേണ്ടത്. അപ്പൊ അതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ചെറുപ്പക്കാരെ കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തുന്നത്. അവർക്ക് ഉദാത്തമായ മാനവിക അവബോധം ഉണ്ടാക്കുക, മാനവിക സംസ്കരണത്തിലൂടെ അവരെ നല്ല മനുഷ്യരാക്കി മാറ്റിയെടുക്കാനുള്ള ശ്രമം ഉണ്ടാവുക, ഇതൊക്കെയാണ്. ഇത്തരത്തിലുള്ള നല്ല കൂട്ടായ്മകൾക്ക് അതിന് കഴിയുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. പരസ്പരം സ്നേഹിക്കാൻ, പരസ്പരം സഹവർത്തിക്കാൻ, പരസ്പരം ഓർമ്മകൾ പുതുക്കാൻ, പരസ്പരം ബന്ധങ്ങൾ പുതുക്കാൻ ഒക്കെ കഴിയുന്ന നല്ല അവസരങ്ങളായിട്ട് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾക്ക് മാറാൻ കഴിയണം. ഇത്തരത്തിലുള്ള അസോസിയേഷന്റെ പ്രവർത്തനങ്ങളൊക്കെ അതിനെ പരിപോഷിപ്പിക്കുന്ന നല്ല മേഖലകളിൽ പ്രവർത്തിക്കാൻ കഴിയണം. അതുവഴി നല്ല മനസ്സിന്റെ ഉടമകളായി നമുക്കും നമ്മുടെ കുട്ടികൾക്കും മാറാൻ കഴിയണം. പരസ്പരം സഹകരിക്കാൻ, ചുറ്റുപാടുമുള്ള ഇതര സഹജീവികളെ കൺതുറന്ന് കാണാൻ, അവരുടെ ജീവിതവുമായി സങ്കലനം നടത്തുവാൻ,
അവരുടെ അവശതകളിൽ, അവരുടെ പ്രാരാബ്ധങ്ങളിലൊക്കെ എപ്പോഴെങ്കിലും ഒരു കൈ സഹായം നൽകാൻ കഴിയുമെങ്കിൽ അത് നൽകാൻ, തൻ്റെ അയൽക്കാരൻ്റെ ആലംബഹീനത്വത്തിൽ ആർദ്രമാകുന്ന മനസ്സിൻ്റെ ഉടമകളായി മാറുവാൻ ഒക്കെ കഴിയുന്ന നല്ല ചെറുപ്പക്കാരെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയണം. അതിനുതകുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ഇത്തരത്തിലുള്ള നല്ല കൂട്ടായ്മകൾക്ക് കഴിയുമെന്നുള്ളതിൽ തർക്കമില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വളരെ കാലമായി നല്ല നിലയിൽ സുദീർഘമായി ഈ കണ്ടകഴത്ത് ഫാമിലി അസോസിയേഷൻ പ്രവർത്തിക്കുകയാണ്. ഇനിയും ഇതിൻ്റെ കുടുംബാംഗങ്ങളെ മുഴുവൻ ചേർത്ത് പിടിക്കാനും അവരെ പരസ്പരം സഹകരിപ്പിക്കാനും അവരുടെ കൂട്ടായ്മയിലൂടെ നല്ല യുവജന സമൂഹത്തെ വാർത്തെടുക്കാനും നാടിനും സമൂഹത്തിനും ഉപകാരപ്രദമായ നല്ല ആളുകളെ സംഭാവന നൽകാനും ഒക്കെ ഈ അസോസിയേഷൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. അത്തരത്തിലുള്ള നന്മയാർന്ന പ്രവർത്തനങ്ങളുമായി ഈ സംഘടനയ്ക്ക് മുന്നേറാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഇവിടെ വരാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയുമായ നല്ല ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് ഔപചാരികമായി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.